റോബർട്ട് ബ്രൗണിംഗ് ആരായിരുന്നു എന്ന് അറിയാമോ? അദ്ദേഹം 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവ പലപ്പോഴും ഒരു കഥ പറയുന്നത് പോലെയായിരുന്നു. നാടകീയമായ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും അദ്ദേഹം തന്റെ കവിതകളിലൂടെ അവതരിപ്പിച്ചു. റോബർട്ട് ബ്രൗണിംഗ് ജനിച്ചത് 1812 ലണ്ടനിലാണ്. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ അധികം താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് വായിക്കുകയും സ്വയം പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സംഗീതത്തിലും കലയിലും വലിയ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങിയത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതകൾക്ക് അധികം ശ്രദ്ധ ലഭിച്ചില്ല. പക്ഷേ അദ്ദേഹം തന്റെ ശ്രമം തുടർന്നു. പുതിയ രീതിയിലുള്ള കവിതകൾ എഴുതാൻ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചു. ബ്രൗണിംഗിന്റെ കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഡ്രാമാറ്റിക് മോണോലോഗ്. ഇതിലൊരു കഥാപാത്രം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നും. അവരുടെ ചിന്തകളും വികാരങ്ങളും രഹസ്യങ്ങളുമെല്ലാം അവർ നമ്മളുമായി പങ്കുവെക്കും. ഈ രീതി അദ്ദേഹത്തിന്റെ കവിതകളെ വളരെ ആകർഷകമാക്കി. ദ പൈപ്പ് പൈപ്പർ ഓഫ് ഹാംലൻ എന്ന അദ്ദേഹത്തിന്റെ കവിത കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. എലികളെ കൊണ്ട് നിറഞ്ഞ ഹാമലിൻ എന്ന പട്ടണത്തിലെ ആളുകൾ ഒരു പൈഡ് പൈപ്പർക്ക് വാഗ്ദാനം ചെയ്ത പണം കൊടുക്കാതിരുന്നപ്പോൾ പൈപ്പർ തന്റെ മാന്ത്രിക ഓടക്കുഴൽ ഊതി എല്ലാ കുട്ടികളെയും കൊണ്ടുപോയതിന്റെ കഥയാണിത്. മറ്റൊരു പ്രശസ്തമായ കവിതയാണ് മൈ ലാസ്റ്റ് ഡിച്ചസ്. ഇതിലൊരു പ്രഭു തന്റെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ഒരു അതിഥിയോട് സംസാരിക്കുകയാണ്. ഭാര്യയുടെ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം അവളുടെ സ്വഭാവത്തെക്കുറിച്ചും അവളെ തനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം പറയുന്നു. ഈ കവിതയിലൂടെ പ്രഭുവിന്റെ അഹങ്കാരവും സ്വാർത്ഥതയുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബ്രൗണിംഗ് എലിസബത്ത് ബാരറ്റ് എന്ന മറ്റൊരു പ്രശസ്തയായ കവയിത്രിയെ വിവാഹം കഴിച്ചു. അവരുടെ പ്രണയകഥ വളരെ മനോഹരമായിരുന്നു. എലിസബത്ത് ആരോഗ്യവതിയായിരുന്നില്ല. പക്ഷേ ബ്രൗണിംഗ് അവളെ ഒരുപാട് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവർ ഇറ്റലിയിൽ പോയി താമസിക്കുകയും അവിടെ വെച്ച് ഒരുപാട് കവിതകൾ എഴുതുകയും ചെയ്തു. എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗും ഒരു മികച്ച കവയിത്രിയായിരുന്നു. അവരുടെ പ്രണയ കവിതകൾ വളരെ പ്രശസ്തമാണ്. റോബർട്ട് ബ്രൗണിംഗും എലിസബത്തും സാഹിത്യ ലോകത്തിലെ ഒരു പ്രശസ്തമായ ദമ്പതികളായിരുന്നു. എലിസബത്തിന്റെ മരണശേഷം ബ്രൗണിംഗ് ഇംഗ്ലണ്ടിലേക്ക് തിരികെ വന്നു. അദ്ദേഹം വീണ്ടും കവിതകൾ എഴുതുന്നത് തുടർന്നു. അദ്ദേഹത്തിന്റെ പിൽക്കാല കവിതകളിൽ ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള ചിന്തകൾ കാണാം. ബ്രൗണിംഗ് തന്റെ കവിതകളിലൂടെ മനുഷ്യ സ്വഭാവത്തിന്റെ പല വ്യത്യസ്ത ഭാവങ്ങളെയും അവതരിപ്പിച്ചു. നല്ലതും ചീത്തയുമെല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ കവിതകൾ ചിലപ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. കാരണം അദ്ദേഹം പഴയ രീതിയിലുള്ള ഭാഷയും സങ്കീർണമായ ആശയങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ കവിതകളിലെ കഥകളും കഥാപാത്രങ്ങളും നമ്മെ ആകർഷിക്കും. ബ്രൗണിംഗ് നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ കവിതകളാണ്. അദ്ദേഹത്തിന്റെ ഡ്രാമാറ്റിക് മോണോലോഗുകൾ സാഹിത്യ ലോകത്ത് ഒരു പുതിയ രീതിയായിരുന്നു. റോബർട്ട് ബ്രൗണിംഗ് 1889 വെനീസിൽ വെച്ച് മരിച്ചു. അദ്ദേഹം മരിക്കുമ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മെ പതിപ്പിക്കുന്നത് ഓരോ മനുഷ്യനിലും നല്ലതും ചീത്തയും ഉണ്ടാകാമെന്നാണ്. സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റുന്നത് എന്ന് അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളിലൂടെ കാണിച്ചു തരുന്നു. ബ്രൗണിംഗ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടരുത് എന്നാണ്. ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം, പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയും. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രണയത്തിനും സൗഹൃദത്തിനും വലിയ സ്ഥാനമുണ്ട്. സ്നേഹബന്ധങ്ങളുടെ ശക്തിയും പ്രാധാന്യവും അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. റോബർട്ട് ബ്രൗണിംഗ് ഒരുപാട് കാലം ജീവിച്ചു. തന്റെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും അദ്ദേഹം ഒരുപോലെ അനുഭവിച്ചു. പക്ഷേ എല്ലാ അനുഭവങ്ങളെയും അദ്ദേഹം തന്റെ കവിതകളിലൂടെ പകർത്തിവെച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ അത് നമ്മളുടെ ചിന്തകളെ ഉണർത്തുകയും ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മളുമായി സംവദിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് കൊച്ചുകൂട്ടുകാരെ, റോബർട്ട് ബ്രൗണിംഗിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ അറിയുക. കഥ പറയുന്ന കവിതകളിലൂടെ അദ്ദേഹം നിങ്ങളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും.